നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. അതേസമയം നമ്മുടെ വാരസമാജത്തിൻ്റെ വനിതാവേദിക്ക് വേണ്ടിയുള്ള കലയരങ്ങും ഇന്ന് തന്നെയല്ലേ. അപ്പോൾ കലയരങ്ങിലേക്കുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ വക ഞാൻ ഇന്ന് നൽകാമെന്ന് വിചാരിക്കുക. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് അല്പ സൗകര്യമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കലയരങ്ങിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഇന്ന് ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. അതിനു മുൻപ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞത് സമസ്യ പൂരണത്തെ പറ്റിയാണ്. എന്താണ് സമസ്യ? ഒരു ശ്ലോകത്തിൻ്റെ പൂർവ്വഭാഗം ഉത്തരഭാഗം, അതിൽ ഉത്തരഭാഗത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു വരി മാത്രം പ്രദർശിപ്പിച്ച് തന്നിട്ട് അതിന് യോജിക്കുന്ന വിധത്തിൽ മുകൾ ഭാഗത്തുള്ള 3 വരികൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കുന്ന ഒരു തരം മത്സരം, ആരോഗ്യപരമായൊരു മത്സരം തന്നെയാണ് സമസ്യ പൂരണം. പദപ്രശ്നങ്ങളൊക്കെ കാണാറില്ലേ ബാലരമയിൽ? എനിക്കെന്തോ ഈ സമസ്യ പൂരണം വളരെ താല്പര്യമുള്ള, വായിക്കാനാണ് കേട്ടോ താല്പര്യം, ഉണ്ടാക്കാനൊന്നും അത്ര വശമൊന്നുമില്ല. എന്നാലും എനിക്കതൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നേരത്തെ ഒരിക്കൽ ഒരു സമസ്യ പൂരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. മഹാകവി കാളിദാസൻ 4ാമത്തെ വരി കാക്ക ഗാക്ക എന്ന് വരുന്നൊരു സമസ്യ പറഞ്ഞു. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ട് മനസ്സിലാക്കിയൊരു സമസ്യയാണ്. ഇന്നും ഞാൻ പ്രൈമറി ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ഗുരുനാഥൻ ലക്കിടിക്കാരനായ ഒരു പുതുവാൾ മാഷാണ് കേട്ടോ. അദ്ദേഹം സംസ്കൃത ഗുരുനാഥനാണ് എൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ ഗുരുമുഖത്തു നിന്നും കേട്ട ഒരു ശ്ലോകം, ഏത് പുസ്തകത്തിലെ ഏത് കവിയുടെ ഒന്നും എനിക്കറിഞ്ഞുകൂടാ, ഗുരു പറഞ്ഞു തന്ന ഒരു ശ്ലോകം രസകരമായിട്ടുള്ളത് എൻ്റെ മനസ്സിൽ ഇന്നും ഇരിക്കുന്നത് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോവുക. ആ ശ്ലോകത്തിൻ്റെ ഒരു 4ാമത്തെ വരി എന്ന് പറയുന്നത് ഡണ്ടം 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 അങ്ങനെ വരണം. ഒന്നുകൂടെ പറയാം, ഡണ്ടം ഡണ്ടം ഡണ്ടം. ഇങ്ങനെ 4ാമത്തെ വരി വരുന്ന ഒരു ശ്ലോകത്തിന് വേണ്ടി ഒരു രാജസദസ്സിൽ നിന്ന് പണ്ഡിതർക്ക് മത്സരത്തിന് കൊടുത്തു. എല്ലാം ഒക്കെ കഴിഞ്ഞു, പറഞ്ഞ ഒരവധി, ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞു. ചിലർക്കൊക്കെ സാധിച്ചു, ചിലർക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ അതിൽ പ്രശസ്തനായ ഒരു കവിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അന്തഃപുരത്തിൽ മഹാറാണി ഒരു കുഞ്ഞ് രാജകുമാരനെ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പം എന്നാൽ കുഞ്ഞിനെ ഒന്ന് കാണാം, പ്രാണിയെ ഒന്ന് കാണാം, എന്നിട്ട് മത്സരത്തിന് പങ്കെടുക്കാം. താനൊരു കവിതയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അവിടെ പോയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്തഃപുരത്തിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുൻപായിട്ടാണ് രാജകൊട്ടാരത്തിൻ്റെ വലിയ മഹാരാജാവിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിന് കുളിക്കുന്നതിനുള്ള വെള്ളം അവിടുത്തെ ആ രാജകൊട്ടാരത്തിലൊരു ദാസി കുടത്തിലായിട്ട്, സ്വർണ്ണക്കുടക്കെയാണല്ലോ രാജാവിന്, കുടത്തിലിങ്ങനെ ഒക്കത്ത് വെച്ച് കോണി കയറി മുകളിലേക്ക് ചെന്നു. മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ പറ്റിച്ചില്ലേ പണി, കയ്യ വിട്ടു. ഒരു കുടം വെള്ളം നിറച്ച കുടം മാളിക മുകളിൽ ചെന്ന് കോണിപ്പടി കയറി മുകളിൽ ചെന്ന വഴിക്ക് പെട്ടെന്നൊന്ന് കൈ വിട്ട് കുടഞ്ഞ് താഴേക്ക് പോന്നു. ആ താഴേക്ക് വന്നപ്പോൾ ഉണ്ടായ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതിലിങ്ങനെ വന്നലച്ചു. അദ്ദേഹത്തിന് ഉടനെ വെളിവ് വന്നു. ഇത് മതി, ഞാനിപ്പം തന്നെ ശ്ലോകം ഉണ്ടാക്കാം എന്ന് കരുതി അദ്ദേഹം ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് ഒരു ശ്ലോകം ഉണ്ടാക്കി രാജസദസ്സിൽ അവതരിപ്പിച്ചു എന്നും രാജാവിൻ്റെ ഇത് പാരിതോഷികങ്ങളൊക്കെ മേടിച്ച് പോയി എന്നുമാണ് ഗുരുനാഥൻ പറഞ്ഞു തന്നൊരു കഥ. ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് ചെല്ലാം. അദ്ദേഹം ഉണ്ടാക്കിയത് രാജാഭിഷേകായ ജലം നയന്ത്യ ഹസ്താൽച്യുത സ്വർണ്ണഘടോ യുവത്വ സോപാനമാശ്ലേഷു കരോതി ശബ്ദം ഡണ്ടം ഡഡണ്ടം ഡഡണ്ടം. ഇതായിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? രാജാഭിഷേകായ ജലം നയന്ത്യ, രാജാവിൻ്റെ അഭിഷേകത്തിന് കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൊണ്ട് സ്വർണ്ണഘടോ യുവത്വ, സ്വർണ്ണക്കുടത്തിൽ കൊണ്ടുപോയ ആ യുവതി
സോപാനമാശ്ലേഷു കരോതി ശബ്ദം. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കൈവിട്ട് കുടമിങ്ങ് താഴെ വീണു. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, അടുത്ത പടിയിൽ നിന്ന് അടുത്തയിലേക്ക്, അങ്ങനെ 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 കീഴ്പോട്ടേക്ക് ഓരോ പടിയിലും തട്ടി 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 ആ കുടം താഴത്തേക്ക് എത്തി. ആ എത്തിയ കുടത്തിൻ്റെ ആ ശബ്ദമാണ് ദണ്ഡം ഡണ്ടം ഡഡഡണ്ടം. ഒന്നുകൂടി ശ്ലോകം ചൊല്ലുന്നു. രാജാഭിഷേകായ ജലം നയന്ത്യ ഹസ്താച്യുത സ്വർണ്ണഘടോ യുവത്വ സോപാനമാശ്ലേഷു കരോതി ശബ്ദം ദണ്ഡം ഡഡണ്ടം ഡഡഡണ്ടം. ഇതാണ് ആ ശ്ലോകം. അതിമനോഹരമായ ഒരു ശ്ലോകമാണിത്. അതിനോട് അനുബന്ധിച്ച് ഇനി മത്സരത്തിന് ഗുരുവായൂരിൽ നിന്ന് വരുന്ന ഭക്തപ്രിയ മാസികയിൽ വന്നിരുന്ന ഒരു സമസ്യ ഞാൻ സ്വന്തമായി പൂരിപ്പിച്ച ശ്ലോകങ്ങൾ അടുത്തതായിട്ട് പറയുന്നു. ആ സമസ്യയുടെ 4ാമത്തെ വരി ചിത്തം മങ്ങുന്നു കൂവും സഭയിലിനിയുമീ വേഷമാടേണമെന്നോ. ഇതാണ് 4ാമത്തെ വരി. ചിത്തം മങ്ങുന്നു കൂവും സഭയിലിനിയുമീ വേഷമാടേണമെന്നോ. ഇതിന് ചേരുന്ന 3 വരികൾ മുകളിലേക്കുള്ളത് വേണം. അതിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ 1ാമത്തെ ശ്ലോകം. ചിത്തത്തിലാമോദമോടെ ഞാൻ അഭ്യസിച്ചവതരിപ്പിച്ചതാം വേഷം. ചിത്തത്തിലാമോദമോടെ ഞാൻ അവതരിപ്പിച്ചതാം വേഷം ചാരുതയോടെയേറെ ഭക്തർക്ക് പ്രിയമായിരുന്നെങ്കിലും ചിതമില്ലാതായ മേനി വഴങ്ങിയിടാതൊരു വേദിയിലിപ്പോൾ ചിത്തം മങ്ങുന്നു കൂവും സഭയിലിനിയും ഈ വേഷമാടേണമെന്നോ. ഇത് ഒരു ചാക്യാരുടെ മനോഗതമാണ്. ചാക്യാര് കൂത്ത് പറഞ്ഞിടുന്ന സമയത്ത് കൂത്ത് തുള്ളൽ കവിതകൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ, ഓട്ടംതുള്ളൽ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഒരു പരിഹാസത്തിൽ നിന്നും കൂത്തിന് മിഴാവ് കൊട്ടിയിരുന്ന നമ്പ്യാരെ ചാക്യാര് കൂത്തു പറഞ്ഞിരുന്ന ചാക്യാര് കളിയാക്കിയ ഒരു പരിഹാസമാണല്ലോ, അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ പിറ്റേ ദിവസം ചാക്യാര് കൂത്തു പറയുമ്പോൾ അവിടെ വളരെ അഭ്യസിച്ച് ധാരാളം പേര് വന്നിരുന്ന് സന്തോഷത്തോടെ കേൾക്കാറുള്ള ആ കൂത്തവതരിപ്പിക്കുന്ന ആ സഭയിൽ ആളുകൾ കുറവായപ്പോഴുള്ള ആ ചാക്യാരുടെ ഒരു മനോഭാവമാണ് ആദ്യത്തെ ശ്ലോകം. ചിത്തത്തിലാമോദമോടെ ഞാൻ അഭ്യസിച്ചവതരിപ്പിച്ചതാം വേഷം ചാരുതയോടെയേറെ ഭക്തർക്കും പ്രിയമായിരുന്നെങ്കിലും ചിതമില്ലാതായ മേനി വഴങ്ങാത്ത വേദിയിലിപ്പോൾ. ഇപ്പോൾ വയ്യാണ്ടായി, ആകെ മനോവിഷമായി. കാരണം സഭയിൽ ആരുമില്ല. അപ്പോൾ എൻ്റെ മനസ്സ് മടുക്കുന്നു, ചിത്തം മങ്ങുന്നു കൂവും സഭയിൽ ഇനിയും ഈ വേഷമാടേണമെന്നോ. ഈ കൂത്ത് കണ്ടപ്പോൾ ചാക്യാരെ കൂവി വിളിച്ചു എന്നാണ് പറയുന്നത് ആളുകൾ. കാരണം തൊട്ടപ്പുറത്തൊരു മത്സരം പോലെ നമ്പ്യാരവിടെ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുക, ആളുകളൊക്കെ അവിടേക്ക് പോയി കാണാൻ. അതാണ്ടായേ. 2ാമത് ഒരു ശ്ലോകം കൂടെ ഞാൻ സമസ്യ പൂരിപ്പിച്ചിരുന്നു. ചിരിച്ചും ചിന്തിച്ചും പിന്നെ ചിരിപ്പിച്ചുമേറെ ചിന്തിപ്പിച്ചും. ഇത് തുള്ളൽ പാട്ടിനെ പറ്റിയിട്ട് നമ്പ്യാരുടെ ഒരു മനോഗതിയാണ്, കുഞ്ചൻ നമ്പ്യാരുടെ. ചിരിച്ചും ചിന്തിച്ചും പിന്നെ ചിരിപ്പിച്ചുമേറെ ചിന്തിപ്പിച്ചും ചാരുതയോടെ ഞാൻ ഉടുത്തു കെട്ടിയാടിയ വേഷമെല്ലാം. ചാരുതയോടെ ഞാൻ ഉടുത്തു കെട്ടിയാടിയ വേഷമെല്ലാം
ചിതമില്ലാതായ മേനി. എനിക്കത്ര പരിചയമൊന്നുമില്ല. ഞാൻ ഓട്ടം തുള്ളലൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ഒരു കാര്യം, ഒരു കലാരൂപം ഇന്ന് ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. എനിക്ക് നേരത്തെയുള്ള അനുഭവ സമ്പത്തൊന്നുമില്ല. ചിതമില്ലാതായ മേനി, തുള്ളി തുള്ളി എങ്ങടോ അങ്ങടോ ഓടണം ഇങ്ങടോ ഓടണം, പാട്ട് പാടണം, തുള്ളണം എന്നൊക്കെ ചെയ്തു. എനിക്കും ഇപ്പോൾ വയ്യാണ്ടായി. വഴങ്ങിടാതൊരു വേളയിൽ ഇപ്പോൾ എനിക്കാകെ അങ്ങോട്ട് വയ്യാണ്ടായി, ക്ഷീണമായി. ഇങ്ങനെ വിഷമമുള്ള ഈ വേളയിൽ ഇപ്പോൾ ചിത്തം മങ്ങുന്നു. കൂവും സഭയിലിനിയുമിനി വേഷമാടേണമെന്നോ. ഞാനും ഈ സഭയിൽ ധാരാളം ആളുകൾ വന്നു. അവരൊക്കെ ചിരിച്ചും ചിന്തിച്ചും പിന്നെ ചിരിപ്പിച്ചുമേറെ ചിന്തിപ്പിച്ചും ചാരുതയോടെ ഞാൻ ഉടുത്തു കെട്ടിയാടിയ വേഷമെല്ലാം ചിതമില്ലാതായ മേനി. വഴങ്ങിടാത്തൊരു വേളയിൽ ഇപ്പോൾ ചിത്തം മങ്ങുന്നു. കൂവും സഭയിൽ ഇനിയും ഈ വേഷമാടേണമെന്നോ. ഞാനും ഇനി ഈ സഭയിൽ വേഷമാടണോ? ആൾക്കാരൊക്കെ ചിരിക്കണമൊക്കെ ഉണ്ട്. ഇത് കേട്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണോ എന്താണെന്ന് രൂപല്ലല്ലോ. ധാരാളം പേര് ആർത്ത് ചിരിക്കുന്നുണ്ട്. തുടർന്നു ഇനി ഞാൻ ഈ വേഷം ആടണോ? നമ്പ്യാർക്കും ഒരു സംശയം. അടുത്ത ഒരു ശ്ലോകം കൂടെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടോ. കാരണം എന്താണ് ഈ തുള്ളൽ കഥകൾ, തുള്ളൽ എന്ന ആ തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാകാനുള്ള കാരണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകങ്ങളാണല്ലോ ഇത്. ചാക്യാർ കൂത്തിനിന്നലെ മിഴാവു കെട്ടാൻ ഉറങ്ങിയ നമ്പ്യാരു പയ്യൻ. ചാക്യാർ കൂത്തിനുമിന്നലെ മിഴാവു കൊട്ടാൻ ഉറങ്ങിയ നമ്പ്യാരു പയ്യൻ. ചാരുതയോടെ പാടിയിന്നു തുള്ളൽ തുള്ളി വന്നിടുമ്പോൾ. ചാരുതയോടെ പാടിയെന്നു തുള്ളൽ തുള്ളി വന്നിടുമ്പോൾ. ചിത്തത്തിലാമോദമേടെ മാലോകരാടി ആഹ്ലാദിച്ചമ്പരന്നിടുമ്പോൾ. ചിത്തത്തിലാമോദമോടെ മാലോകരം പരന്നാഹ്ലാദിച്ചിടുമ്പോൾ ചിത്തം മങ്ങുന്നു. കൂവും സഭയിലിനിയും ഈ വേഷമാടേണമെന്നോ. ഇതാണ് മൂന്നാമത് എഴുതിയ ശ്ലോകം. ഈ 3 ശ്ലോകങ്ങളും ഞാൻ മത്സരത്തിനൊക്കെ അയച്ചു. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതൊരു താല്പര്യം. നമ്മൾക്ക് സമ്മാനാർഹമാവുക എന്നുള്ളത് പിന്നെ അടുത്ത വിഷയമാണ്. വളരെ പ്രഗത്ഭരായവരൊക്കെ ധാരാളം പേരുള്ളത് കൊണ്ട് ഭക്തപ്രിയയിലെ ഈ ശ്ലോകങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചു. എൻ്റേതൊന്നുമല്ല ആ പ്രഗത്ഭരുടെ മുമ്പിൽ. അതുകൊണ്ട് എനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല. എന്തായാലും എനിക്കൊരാഹ്ലാദം, ഞാനൊന്ന് ശ്രമിച്ചുല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കലയരങ്ങിലെ ഒരു പരിപാടി, അതിലെ ഒരു വിഭവം ഈ സമസ്യ പൂരണമാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ കേൾക്കാം, മടുപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്തായാലും പറ്റുന്നവരെ നിങ്ങളിത് പറഞ്ഞ് സമസ്യ എന്താണെന്ന് പറഞ്ഞ്, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊന്നും സമസ്യ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് മലയാള സാഹിത്യത്തിലെ ഒക്കെ. എന്തായാലും പറ്റുന്നവർക്ക് പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ തന്നെ കേട്ട് ആസ്വദിക്കൂ. ഞാൻ ഇന്നത്തെ എൻ്റെ ഈ കലാപരിപാടി നിർത്തിക്കോട്ടെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും ഈ കവിതകൾ നിങ്ങൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കളിയായി ചൊല്ലും കവിതയാണേ, കാര്യം പറയും കവിതയാണേ. നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. എന്നെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ മാലതി വാര്യർ.